ഷോളയാർ എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. ഈ പേര് ഞാൻ പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാട്ടോ പക്ഷെ അതിലൂടെ പോകുന്നത്. ഒരു ബാംഗ്ലൂർ ടു കേരള, ഒരു അഡ്വഞ്ചറസ് ആയ ഒരു യാത്രയുടെ ഒരു കഥയായാലും കം ഓൺ വിത്ത് മീ. ഇപ്രാവശ്യം നാട്ടിലേക്കുള്ള പോക്ക് സാധാരണ എപ്പോഴും പോകുന്ന വഴിയിലൂടെയല്ല, പകരം ഷോളയാർ വഴി ആവാം എന്ന് തീരുമാനിച്ചു. ആര്? മാക്സും ഗോഡ്വിനും. 2 കാറിലാണ് ഞങ്ങൾ പോയത്. ഞാനും എൻ്റെ കുടുംബവും, പിന്നെ എൻ്റെ ബ്രദറും ഫാമിലി. അങ്ങനെ 4 മണിക്ക് ഡിസംബർ 25 ദാറ്റ്സ് റൈറ്റ്, ക്രിസ്മസിന്റെ അന്ന് തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ യാത്ര. അപ്പോൾ ഈ തീരുമാനം ഡേറ്റ് കേട്ടപ്പോഴത്തേനും ഞാൻ ഓർത്തു, ഓ മൈ ഗാഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ക്രിസ്മസ് ഓൺ വീൽസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ക്രിസ്മസിന്റെ അന്ന് പാചകം യാതൊന്നും തന്നെ ചെയ്യാതിരിക്കാൻ പോകുന്ന ആദ്യത്തെ കൊല്ലം. ഓ മൈ ഗാഡ്. 25 ഡിസംബർ പുലർച്ചെ 4 മണിക്ക് നമ്മളിവിടെ ബാംഗ്ലൂരിൽ നിന്നും യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ഷോളയാർ ചെക്ക് പോസ്റ്റ് എത്തി. ക്ഷമിക്കണം, ചെക്ക് പോസ്റ്റിന്റെ പേര് ഷോളയാർ എന്നല്ല കേട്ടോ, വാൽപാറൈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്നാണ്. അവിടെ എത്തിയപ്പോഴത്തേനും നമ്മൾ കടത്തി വിടേണ്ട ആ സമയത്തിലും കുറച്ചും കൂടെ വൈകിപ്പോയി എന്ന് തോന്നുന്നു. നീങ്ക വന്നത് ടൈം ഓൾറെഡി ലേറ്റ് ആയിടുச்சு എന്നൊക്കെ നമ്മളോട് അവിടുത്തെ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞുവെങ്കിലും ഉറക്കെ തന്റെ മേലുദ്യോഗസ്ഥനോട് പിടിച്ചു ചോദിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഇവങ്ങളെ അനുപ്പനുമാ വേണ്ടാവാ? ശരി വാ, വന്ന് നീങ്ക അന്ന് എൻട്രി ഫീസ് കെട്ടുങ്ക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവരിറങ്ങി ചെന്നു. അടയ്ക്കേണ്ടതിലും കുറച്ചും കൂടെ കൂട്ടിയാണ് അവർ പണം അടിച്ചതെന്ന് തോന്നൂട്ടാ. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. അതിനുശേഷം നമ്മളെ അവിടെ കടത്തിവിട്ടു. ഇവിടെ നിന്ന് നമ്മളെ കടത്തിവിട്ടാലും കേരള ബോർഡറിൽ അവിടെയും ഉണ്ട് ഒരു ചെക്ക് പോസ്റ്റ്, മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. അവിടെയും ഉണ്ട് ഈ പറഞ്ഞ ടൈം ലിമിറ്റ്. അത് നമ്മൾ നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. ഇവരാണെങ്കിൽ നമ്മളോടത് പറഞ്ഞുമില്ല. അങ്ങനെ അതിലൂടെ നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടർന്നു. ഇടയ്ക്ക് ഇവിടെ വഴിയിൽ മുഴുവൻ ഈ ചെറിയ ചെറിയ സെറ്റപ്പ് ആണല്ലോ, ഏകദേശം തട്ടുകടയൊക്കെ പോലെ. ഇവിടെയൊക്കെ എന്നിട്ട് കൂടുതലും കാണുന്നത് ഫുള്ള് മാഗിയുടെ പാക്കറ്റ്സ് ആട്ടോ. മാഗിയുടെ കൂടെ കിട്ടുന്ന നൂഡിൽസിന്റെ മസാല അല്ലാണ്ട് മറ്റൊരു പാക്കറ്റിലത്തെ ഒരു മസാലയും കൂടെ കുടഞ്ഞു ചേർത്താണ് അവിടെ ആ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ആ നല്ല തണുത്ത കാലാവസ്ഥയിൽ നൂഡിൽസ് അവിടെ ഇരുന്ന് കഴിക്കണം എന്ന് നമ്മുടെ പിള്ളേർക്കാണെങ്കിലും ഒരാഗ്രഹം. അങ്ങനെ പിള്ളേർക്ക് കുറച്ച് നൂഡിൽസ് ഓർഡർ ചെയ്തു. അതവര് അവിടെ ഇരുന്ന് കഴിച്ചു. ഞാനും ടേസ്റ്റ് ചെയ്തായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. എല്ലാവരുമല്ല, മെയിനായിട്ട് പിള്ളേര് കഴിച്ചു. പക്ഷേ അത് മാത്രമാണ് അന്നത്തെ നമ്മുടെ അത്താഴം എന്നുള്ളത് നമ്മളപ്പോൾ തിരിച്ചറിയുന്നില്ല. കാരണം ബാംഗ്ലൂർ ടു കേരള വയ ഷോളയാർ ഇത് 1 ആയിട്ടുള്ളൂ. 1 to 5 ആയിരിക്കും ഉണ്ടാകും. അവിടെ കാണാം. കഥ തുടരാം നെക്സ്റ്റ് വീഡിയോ.